ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇപ്പം നമ്മൾ അമ്പലപ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രൈഡ് പല്ലവിയുടെ വെഡിങ് ആണ്. സോ നമ്മൾ ഉച്ച ഒരു 2 മണിയായപ്പോൾ പല്ലവിയുടെ വീട്ടിലെത്തി. ആൻഡ് പല്ലവിനെ തലേന്നത്തെ ഫംഗ്ഷന് വേണ്ടി ഒരുക്കി വിട്ടു. അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് പല്ലവിയുടെ സാരിയാണ് കേട്ടോ. സാരി നമുക്ക് നാളത്തേക്ക് വേണ്ടി പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലോട്ട് തന്നിട്ടാണ് അവർ പോയത്. ഈ സാരിയുടെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതൊരു ഗോൾഡൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് തോന്നുന്നെങ്കിലും ഇറ്റ്സ് ആക്ച്വലി പേസ്റ്റൽ ഗ്രീൻ. അപ്പോൾ നമ്മൾ സാരി പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അയൺ ചെയ്യാൻ പോവാണ് കേട്ടോ. സാരി സെറ്റ് ചെയ്ത ശേഷം വീടൊക്കെ പൂട്ടി നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന അങ്ങോട്ടൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് രാത്രി കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ സമയം ഒരു 4:30 കഴിഞ്ഞു കേട്ടോ. ആൻഡ് നമ്മുടെ പല്ലവിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളവിടെ എത്തി. ടെൽമ എല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ടെൽമനെ നമ്മൾ വീഡിയോസിൽ അധികം കണ്ടിട്ടില്ലല്ലോ. ടെൽമ നമ്മുടെ പുതിയ ആളാണ്. ഷീ ഈസ് ഓൾസോ ആൻ അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ നമ്പർ തപ്പി പിടിച്ചാണ് എന്നെ ടെൽമ കോൺടാക്ട് ചെയ്തത്. സോ ഇവിടെ ടെൽമ പല്ലവിയുടെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് അയൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല്ലവിയുടെ ഹെയർ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി എനിക്കറിയാം പല്ലവിക്ക് എന്താ വേണമെന്ന്. ഷീ ഈസ് വെരി സിമ്പിൾ. സോ അതിനനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. സുഖമല്ല, എത്ര പേരെ കാലി പിടിക്കാൻ. സോ പല്ലവിയുടെ മേക്കപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പല്ലവിയുടെ ഭയങ്കര ഓയിലി സ്വെറ്റി സ്കിന്നാണ്. സോ അതിനനുസരിച്ചാണോ നമ്മൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ പല്ലവിയുടെ ഹെയർ മേക്കപ്പ് സാരി ഡ്രിപ്പിങ് എല്ലാം കഴിഞ്ഞിട്ട് പല്ലവി ഓടാൻ പോകാണ്ട്. ഇനി ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതല്ലേ, ഓഡിറ്റോറിയത്തിൽ പോകാണ്ട്. അപ്പോൾ പല്ലവി പോയ സമയം കൊണ്ട് പല്ലവിയുടെ ചേച്ചീനെ, ചേട്ടൻ്റെ വൈഫിനെ സാരി ഉടുപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ ആൻറ്റിക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ ചെയ്യാനുണ്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോയി. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വീട് പൂട്ടി ഇറങ്ങിയത് ഞങ്ങളാണ് ഗൈസ്. അതെ, വീട്ടുകാർ താക്കോൽ നമുക്ക് തന്നിട്ട് പോയി. മക്കളെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സാവധാനം വീടൊക്കെ പൂട്ടി ഇറങ്ങിയാൽ മതിയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും നമ്മളോടുള്ള ട്രസ്റ്റും പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഫാമിലി മെമ്പർ പോലെ ആയി. അതുകൊണ്ടാണ് നമുക്ക് താക്കോലൊക്കെ തന്നിട്ട് അവർ പോയത്. തലേ ദിവസം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളായിരുന്നു ആ വീട് പൂട്ടി ഇറങ്ങിയത്. കല്യാണ മുഹൂർത്തം ഒരു 11:30 തൊട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാവധാനം ഫുഡൊക്കെ കഴിച്ച് പയ്യാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അതിപ്പോൾ നമ്മൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. തിരുവല്ലയിലാണ് ഓഡിറ്റോറിയം. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തി ഗൈസ്. ഫംഗ്ഷൻ നടക്കാൻ ഇനിയും ഒരു 1.5 hour ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ എത്തി. പിന്നെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെയിലുണ്ടാവില്ലേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം വെയിലുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. തിരിച്ചു വന്ന് കാറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഓവനിൽ കയറിയിരിക്കുന്ന ഫീൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ വെയിലില്ലാത്ത സ്ഥലം നോക്കി കാറൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈഡിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. സമ്മതിച്ചു തന്നിരിക്കുന്നു. മതി മതി. ചിരി നമ്മളവിടെ എത്തിയിട്ട് കുറേ നേരം ബ്രൈഡിനോട് സംസാരിച്ചിരുന്നു. പിന്നെ കുറേ സമയം ഉണ്ടായിരുന്നല്ലോ. കുറേ പേരൊക്കെ വന്ന് കണ്ടു. ആൻഡ് നൗ നമ്മുടെ ബ്രൈഡ് പോകാൻ പോവാണ് കേട്ടോ. കെട്ട് കഴിഞ്ഞാൽ നമുക്ക് സാരിയൊക്കെ നമുക്ക് നേരത്തെ കൊണ്ട് തന്നു. അതൊക്കെ പ്ലീറ്റ് ചെയ്ത് വെച്ചു. സാരി ഉടുപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മുടെ ബ്രൈഡ് പല്ലവി പോകാൻ പോവാണ്. ബ്രൈഡ് പോയി കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം കീ എൻ്റെ കയ്യിലാണ്. കീ ആൻറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ.
സോ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ പോകുന്ന വഴി നമുക്ക് ടെൽമേനെ ചേർത്തലയിൽ ഇറക്കണം. ടെൽമയുടെ വീട് ചേർത്തലയിലാണ് കേട്ടോ. സോ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബ്രൈഡൽ ബുക്കിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ.